അല്ല എന്തേ എന്തേ അവൻ വിളിക്കുന്ന ചേട്ടാ. ആര്? ആ മറ്റേ ഞരമ്പനില്ലേ? ഏതാണ്? ചേട്ടൻ വീട്ടിലില്ലാത്തപ്പോഴത്തേക്ക് എന്നെ ഒരുത്തം വിളിക്കുമെന്ന് ഞാൻ പറയാറില്ലേ? ഞാൻ റേഷൻ കടയിൽ നിൽക്കുമ്പോഴത്തേക്ക് ചേച്ചി ഇന്ന് റേഷൻ കടയിൽ ഇട്ടുകൊണ്ട് വന്ന ചുരിദാർ എന്തൊരു ഭംഗിയായിരുന്നു, ഇന്ന് അമ്പലത്തിൽ ഇട്ടുകൊണ്ട് വന്ന സെറ്റ് മുണ്ട് ഉടുത്തിട്ട് എന്തൊരു ഭംഗിയായിരുന്നൊക്കെ പറയണ. അവൻ ആ ഞരമ്പൻ അവനായി വിളിച്ചോണ്ടിരിക്കുന്നത്. ഫോൺ എടുക്ക. അവനാണെങ്കിൽ ഫോൺ എടുത്തോ. നീ എന്തിനാ ഫോൺ എടുക്കുന്നത്? അവനിട്ടൊരു പണി നമുക്ക് കൊടുക്കണം. നീ പേടിക്ക, നീ ഫോർത്തേ. ഞാൻ പറഞ്ഞു തന്നതുപോലെ നീ പറഞ്ഞാ മതി. അത് വേണോ? അത് വേണം. നീ എടുത്ത് ലൗഡ് സ്പീക്കറിലിട്ടോ. ലൗഡ് സ്പീക്കറില് ഹലോ ചേച്ചി. ഇതേതാ കാട്ടുപട്ടിയുടെ സൗണ്ട്? ഹലോ ഹലോ ഹലോ. എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. സാധാരണ ഞാൻ വിളിച്ചാ ചേച്ചി ഫോൺ എടുക്കൂല. എടുത്തോണ്ട് ഓടി. ആരെടുത്തോണ്ട് ഓടിയെന്ന്? അല്ല, എടുക്കാൻ തോന്നിന്ന്. ചേട്ടൻ എന്ത് ജോലിയാ? ചേട്ടനെ തൊഴയാൻ പോയി. വള്ളം കളിക്കാരനാണോ? അല്ല, വള്ളംകളിയല്ല. ചേട്ടന് പിന്നെ ട്രാഫിക് പോലീസിലാ. പൊട്ടി ഞാൻ പെയിന്റ് പണിക്കാരനാണെന്ന് പറയാനല്ലേ പറഞ്ഞത്. പെയിന്റ് പണിക്കാരനാണോ നിങ്ങൾ? ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന ഗോഷ്ടി എനിക്ക് മനസ്സിലാവണ്ടേ? എന്തായാലും അവനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ. തീർന്നെന്നാ? ഇവനെ ഞാൻ ഇതിലും വലുതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നാണമില്ലാതെ വീണ്ടും വിളിക്കും. ഇവനെ കൊണ്ടുള്ള ശല്യം തീരാന്ന് മുകളിൽ ഇവൻ ഇപ്പൊ തന്നെ വിളിക്കും. അപ്പൊ അവനിട്ടൊരു പണി നമുക്ക് കൊടുക്കണം. നീ പേടിക്കണ്ട, അതിനൊരു വഴി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തുവാ? അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണം. അങ്ങോട്ട് വിളിക്കാനാ? അങ്ങോട്ട് വിളിക്കണമെന്ന്. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ? നീ പേടിക്കണ്ട, നീ അവൻ അങ്ങോട്ട് വിളിച്ചോ. ഭർത്താവ് ഇവിടെ ഇല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ അങ്ങോട്ട് വിളിക്ക്. എന്ത് നല്ല ഭർത്താവ്. എടി അവന്റെ പണി ഞാൻ കൊടുത്തല്ലോ, നീ വിളിക്ക്. വിളിക്കണോ? എടി വിളിക്കടി പൊട്ടി. നിന്റെ കെട്ടിയോളെ പറഞ്ഞു. എന്തെങ്കിലും പ്ലാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക്? വിളിക്കടി. ഹലോ ചേച്ചി, എന്തിനാ ഫോൺ കട്ട് ചെയ്തിട്ട് പോയത്? പോലീസ് അതെ, ചേട്ടൻ പോലീസിലല്ല. ഞാൻ പറഞ്ഞതേ പെയിന്റിങ്ങിന്റെ പോളിഷ് ആണെന്നാ പറഞ്ഞത്. പെയിന്റ് അടിക്കാൻ ഒരു കാര്യം പറയട്ടെ, പേരെന്താന്നാ പറഞ്ഞത്? എന്റെ പേര് ഉന്മേഷ്. ഉന്മേഷേ, ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. കുറച്ചു സമയം കഴിഞ്ഞിട്ടേ വരത്തുള്ളു. ഉന്മേഷ് ഒന്നിങ്ങോട്ട് വരാമോ? എന്റെ പൊന്നെ, അവൻ ഇങ്ങോട്ട് വരും. നിങ്ങളുടെ പ്ലാൻ എന്തുവാന്ന് പറ. പറട്ടെ, പ്ലാനിങ് ഞാൻ പറഞ്ഞുതരാം. എന്തുവാ? അത് വേറൊന്നുമല്ല, ഞാൻ ഓണാഘോഷ പരിപാടിക്ക് ഈ കഴിഞ്ഞ വർഷം ഞാൻ നാടകത്തിന് ഫസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ നാടകത്തിന്റെ അപ്പൂപ്പന്റെ വേഷം ബാക്കിലിരിക്കല്ലേ വീടിനകത്ത്. ഞാൻ അപ്പൊ അപ്പൂപ്പനായിട്ട് വരുന്നു. നിന്റെ കണ്ണ് കാണാൻ പാടാത്ത അപ്പൂപ്പല്ലേ, അതേ വേഷത്തിൽ ഞാൻ വരുന്നു, ഞെട്ടിക്കുന്നു. ഓക്കെ ഏട്ടാ, അവനെ നമുക്ക് ഒറ്റയടിക്ക് കൊല്ലണ്ട, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണ്ട. ഇഞ്ചിഞ്ചായിട്ട്. ശരി, അന്ന് നിങ്ങൾ റെഡിയാവും. ഓടിപ്പോ. ചതിക്കില്ലടി നീ. എന്ത് ചതിക്കും? ദൈവമേ, ഇത്ര പെട്ടെന്ന് എത്തിയാ? വാതില് തുറന്നിട്ടേക്ക്, കേറി പോര്. എനിക്കിത് വിശ്വസിക്കാമോ? പിന്നെ വിശ്വസിക്കാം. എന്റെ രതി ചേച്ചി. ഞാൻ രതിയല്ല, രാഖിയാ. ഞാൻ രതി ചേച്ചി എന്നെ വിളിക്കൂ. എന്ത് വേണമെങ്കിലും വിളിച്ചോ. ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ? എന്തോ? എന്റെ അമ്മ എന്നെ പ്രസവിച്ച എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? ഈ ഓണം ഉണ്ടായി. ഇന്നത്തെ ദിവസോ? ഞാനും അത് തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത്. വർഷാവർഷം ഓണമൊക്കെ വരും. എന്തോ? ഇന്നാണ് തിരുവോണം. തിരുവോണത്തിനെ ഞാൻ നല്ല സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ? എനിക്ക് 2 ഗ്ലാസ് പ്രഥമം കുടിക്കണം. അയ്യോ, എവിടെയാ പോണത്? അയ്യോ, അത് പേടിക്കണ്ട. എന്റെ മുത്തശ്ശന് കണ്ണ് കണ്ടുകൂടാ. പേടിക്കണ്ട, വാ. കണ്ടൂടെ? ഇല്ല, വാ. അവിടെ എന്തൊരു ശബ്ദം കേട്ടത്? മുത്തശ്ശ, അതെ, എന്റെ പഴയ ഒരു ഫ്രണ്ട് വന്നതാ. പഴയ ഫ്രണ്ടാ? നീ ഇവിടെ വന്നടാ. നീ ഇന്നലെ വരണ്ടായിരുന്നട്ടാ. ഇന്നലെ ഞങ്ങൾ പഴയ സാധനങ്ങൾ പറക്കി വിട്ടത്. അന്ന് വന്നെങ്കിൽ നിന്നെ കൂടി വെക്കായിരുന്നു. അയ്യോ.